നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും നോക്കുക. അതിനൊക്കെ ഭയങ്കര അർത്ഥമുണ്ട്. നീ കാണുന്ന ഈ പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും എന്നേക്കുമായിട്ട് ഞാൻ തരും. കണ്ണെത്താ ദൂരം ചുറ്റും നോക്കിക്കോ, അത് മുഴുവൻ ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും. അടുത്തത് ആ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. എഴുന്നേറ്റ് എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക. അബ്രാഹത്തോട് പറയുകയാണ്, എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക. നെടുകയും കുറുകയും. അപ്പൊ എന്തായി? കുരിശ്. എന്തായി? കുരിശായോ? കുരിശായില്ലേ? ആ, നെടുകയും കുറുകയും നടക്കുക. ദൈവം അബ്രാമിനോട് പറഞ്ഞ നെടുകയും കുറുകയും. അവിടെ കാനാൻ ദേശം ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട നാടാ. അവിടെ അബ്രാഹാമിനെ നടത്തി. ആദ്യമേ തന്നെ അവിടെ ഒരു കുരിശ്. അത് നിനക്ക് ഞാൻ തരും. അബ്രാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി. അവിടെ ത്രിയേക ദൈവം വരുന്നുണ്ട്. 3 പേര് വരുന്നുണ്ട്. ത്രിത്വത്തിന്റെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാമ്രയുടെ ഓക്കുമരത്തിന്റെ ചോട്ടിൽ ഒരു ദിവസം അബ്രാം ഇരിക്കുമ്പോൾ ഇതാ 3 വ്യക്തികൾ, അല്ലേ, അവരെ സൽക്കരിക്കുന്നതൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അവിടെ അവർ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. അവിടെ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ബലിപീഠം നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്തെ ആരാധിക്കാൻ. അബ്രാഹാം ദരിദ്രനായിരുന്നോ? പറയുന്നേ. അബ്രാഹാം സമ്പന്നനായിരുന്നോ? ആയിരുന്നോ? അതെ, പറഞ്ഞ അബ്രാഹാം സമ്പന്നനായിരുന്നു. 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 വിശുദ്ധ ബൈബിളില് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അബ്രാഹാമിന് ലഭിച്ച സകല അനുഗ്രഹങ്ങളും യേശു ക്രിസ്തു വഴി നമുക്ക് ലഭിക്കുമെന്നാ പറയുന്നത്. അബ്രാഹാം വിശ്വാസികളുടെ പിതാവ്. നമ്മുടെ പിതാവാണ് അബ്രാഹാം. വിശ്വാസികളുടെ പിതാവായ അബ്രാമിന്റെ പേര് അബ്രാഹാം എന്ന് ദൈവം മാറ്റി. വിശ്വാസികളുടെ പിതാവ്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം വലിയ സമ്പന്നനായിരുന്നു. ധാരാളം ആടുമാടുകളും കന്നുകാലികളും സ്വർണവും വെള്ളിയും സ്വത്തുക്കളും വസ്തുക്കളും എല്ലാം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനം, നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനമാ. ദൈവത്തിന്റെ സ്വന്തം ജനം പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കടബാധ്യതകളിലും ജീവിക്കേണ്ടവർ അല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദയവ് ചെയ്ത് ദാരിദ്ര്യത്തെ ആരും കെട്ടിപ്പിടിച്ച് അധികം സ്നേഹിക്കേണ്ട. കാരണം നിങ്ങൾക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, പെമ്മക്കളുണ്ട്, കെട്ടിച്ചു ഉടനെ കാശ് വേണം, ആമക്കളുണ്ട്. പിള്ളേരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ വിട്ട് പഠിപ്പിക്കണമെങ്കിൽ അവിടെ ആരും ഫ്രീ ആയിട്ടൊന്നും പഠിപ്പിക്കുകയൊന്നുമില്ല. ഫീസ് കൊടുക്കാതെ അവരെ സമ്മതിക്കത്തില്ല. ഈയിടെ ഒരപ്പൻ എന്നോട് പറഞ്ഞതാണ്, 5 മക്കളുണ്ട് ആ സഹോദരന്. ഇളയ കുട്ടി ഏണ്ട് LKG ആയിട്ടുള്ളൂ, ബാക്കി കുട്ടി മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്നു. എന്നോട് പറഞ്ഞു, നേരത്തെ ഇരുന്ന മാനേജർ ഈ 5 പിള്ളേർക്ക് കൂടെ പകുതി ഫീസ് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. പകുതി ഫീസിൽ കുഴപ്പമില്ലാതെ വിട്ടു. ഇപ്പോൾ പുതിയ മാനേജർ വന്നു. പുതിയ മാനേജർ വന്നപ്പോൾ പറഞ്ഞു, കാര്യമൊക്കെ കൊള്ളാം, ഇവിടെ പഠിക്കണമെങ്കിൽ ഫുൾ ഫീസ് അടച്ചാലേ പഠിക്കാനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിള്ളേരെ വല്ലോ ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തന്നെ കേട്ടോ, നമ്മുടെയൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അധികാരികളൊക്കെ നമ്മുടെ ആളുകളൊക്കെ തന്നെയാണ്. ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞു. 5 എണ്ണത്തിനും ഉണ്ട് വല്ലോ ഗവൺമെൻറ് സ്കൂളും ചേർത്ത് പഠിപ്പിച്ചോളാൻ പറഞ്ഞു. ഇവിടെ പറ്റുകയായിരുന്നു, ഫ്രീ ഒന്നും നടക്കരുതെന്ന് പറഞ്ഞു. എന്നോട് സങ്കടപ്പെട്ടിത് പറഞ്ഞു. ഞാൻ എന്താ പറയുന്ന മനുഷ്യനോട്? ഹല്ലേലൂയ. മക്കളെ പഠിപ്പിക്കണമെങ്കിൽ പിണ്ണാക്ക് കൊടുത്ത കാര്യം നടക്കുമോ? ഇല്ല. ഞങ്ങൾ പിണ്ണാക്ക് തരാം,
പിള്ളേരെ പഠിപ്പിക്കാൻ നടക്കുമോ? എന്ത് കൊടുക്കണം? ഫീസ് കൊടുക്കണം, കാശ് കൊടുക്കണം. ഞാനിത് പറയുന്നത് അതുകൊണ്ട് മാതാപിതാക്കന്മാർ അധികം ദാരിദ്ര്യത്തെ കെട്ടിപ്പുണർന്ന് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. മക്കളെ പഠിപ്പിക്കണേ ഫീസ് വേണം, പെൺമക്കളെ കെട്ടിക്കണേ ഫീസ് വേണം, നേഴ്സിംഗ് പഠിപ്പിക്കണേ ഫീസ് വേണം, കാശ് വേണം. ഇതില്ല, ഒന്നും കാര്യം നടക്കത്തില്ല. നിങ്ങളുടെ പൊരിഞ്ഞ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹം കൊണ്ട് നടന്നിട്ട് ഒരു കഥയില്ല. ഇനി നമ്മുടെ ആളുകൾക്ക് പറ്റിയിരിക്കുന്ന വേറൊരു മണ്ടത്തരമാണ്, എല്ലാവരും കപ്പ, കാച്ചിൽ, ചേന, ചേമ്പ് ഒക്കെ നട്ടാണ് ജീവിതം പോറ്റുന്നത്. ഇതുകൊണ്ടൊന്നും ഒരു ഉയർച്ചയോ സമ്പന്നതയോ ഒന്നും ഉണ്ടാവത്തില്ല. റബ്ബർ കർഷകന് ഒന്നും കിട്ടാനില്ല, ദാരിദ്ര്യമാണ്. ഇടത്തരക്കാരൻ കണ്ണുനീര് കുടിക്കുക. സത്യമാണോ? ആണോ? സത്യമാ. ഇടത്തരക്കാരൻ ഇന്ന് കണ്ണുനീരിന്റെ നടുവിലാ ജീവിക്കുന്നത്. കാച്ചിലും ചേമ്പും ഒക്കെ നട്ട് സമ്പന്നനാകാമെന്ന് ആരും വിചാരിക്കേണ്ട. നടക്കത്തില്ല ഒന്നും. അല്ലെ 10 മൂട് കൊക്കോ ഉണ്ട്, 250 റബ്ബറുണ്ട്, വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ ഒരു സമ്പന്നതയിലേക്ക് നിങ്ങൾക്ക് ഉയരാമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അത് നടക്കത്തില്ല. ഞാൻ പറയുന്നത് മറ്റൊരു വശമാണ്. അതുകൊണ്ട് നമ്മുടെ പിള്ളേര് വല്ല ബിസിനസ് ചെയ്യാനൊക്കെ ഇറങ്ങണം. അല്ല, മിടുക്കന്മാരായിട്ട് ഏത് തൊഴിലും ചെയ്യാൻ മടിയില്ലാത്ത പിള്ളേരുണ്ടോ ആ കുടുംബം സാമ്പത്തികമായിട്ട് ഉയർച്ച പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഒരിക്കൽ എന്നോട് ഷെയർ ചെയ്താണ്. ബ്രദറെ, സാമ്പത്തികമായിട്ടൊക്കെ ഞെരുക്കം വന്നപ്പോൾ മീൻ കച്ചവടം തുടങ്ങി. എന്നാ ക്രിസ്ത്യാനിക്ക് എന്താ മീൻ കച്ചവടം കൊള്ളുകയല്ലേ? മീൻ കച്ചവടം തുടങ്ങി. അതേപോലെ രാവിലെ ഇറങ്ങി ഉച്ചയ്ക്ക് വരെയുള്ള പരിപാടിയേ ഉള്ളൂ. ന്യായമായ ഒരു തുക, കുറഞ്ഞത് മിനിമം ഒരു 12,000 രൂപ ഡെയിലി ഉണ്ടാകുന്നുണ്ട് മീൻ വിറ്റ്. എന്താ കുഴപ്പം? എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന എൻ്റെ ധ്യാനമൊക്കെ കൂടിയിട്ടുള്ള ഒരു ഫാമിലി, സ്ഥലം ഞാൻ പറയുന്നില്ല, അടുത്ത കാലത്ത് ചിറ്റടിയിൽ ഏകദിന കൺവെൻഷൻ വന്നു എന്നെ ഒന്ന് കാണാൻ. മുട്ടിന് തേയ്മാനമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം. അതിന് വന്ന അന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ, എങ്ങനെ പോകുന്നു? അദ്ദേഹം എന്നോട് പറയുകയാണ്, ബ്രദറെ കുഴപ്പമൊന്നുമില്ല, പെമ്മക്കട കല്യാണം കഴിഞ്ഞു. ബിസിനസ് എന്നറിയോ? ഹോൾസെയിൽ മീൻ കച്ചവടം, പച്ച മീൻ കച്ചവടം, ഹോൾസെയിലാണ്. വലിയ സമ്പന്നതയിലാണ് ഇപ്പോൾ അദ്ദേഹം ജീവിക്കുന്നത്. ഹോട്ടലൊക്കെ ഉണ്ട്, പല ഹോട്ടലും ബിൽഡിങ്ങും ഒക്കെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് പറയണേ, ബ്രദറെ 3 മണിയാകുമ്പോൾ രാവിലെ എത്തണം. എവിടാ? മീൻ കച്ചവടത്തിന് വേണ്ടി ഹോൾസെയിലാണ്. അത് അദ്ദേഹത്തിന് അതിനുള്ള സൗകര്യമുണ്ട്. അവിടെ മീൻ വരും, അവിടെ ചെന്ന് അതിൻ്റെ കാര്യങ്ങൾ നടത്തണം. വേണം ബ്രദറെ, എൻ്റെ 2 മക്കള് മിടുക്കന്മാരാണ്, എല്ലാം ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്. മക്കൾ 2 രാവിലെ 3 മണിക്ക് 2 പേരും എൻ്റെ കൂടെയുണ്ട്. ഇപ്പം അവന്മാരും എൻ്റെ കൂടെ ഉണ്ടെന്ന് മീൻ കച്ചവടം പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് 10,000 രൂപ 15,000 രൂപയൊക്കെ ജോലി കിട്ടാൻ എന്താ കഥ ഇരിക്കുന്നത്? മീൻ കച്ചവടത്തിനിറങ്ങിയാൽ വന്നേ കാശാ. അപ്പം പറയുക, മിടുക്കന്മാർ 3 മണിക്ക് 2 എൻ്റെ കൂടെ ഉണ്ട് പോരാനായിട്ട്. രാവിലെ ഒരു 7 മണി വരെ തിരക്കാം. ഇതിൻ്റെ കച്ചവടവും കാര്യങ്ങളും എല്ലാം. അപ്പം ടൺ കണക്കിന് മീനുകൾ, അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ മീനുകൾ വരുന്നു. അത് ഇങ്ങനെ പല ആൾക്കാർ ഇങ്ങനെ വീതം വെച്ച് കൊടുത്ത് വലിയ കച്ചവടം, വലിയ ബിസിനസ്സാണ്. ചെറിയ തോതിൽ തുടങ്ങിയതാണ്, ഇന്ന് വലിയ സമ്പന്നതയിൽ ആ കുടുംബം ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞാനിതൊരു അനുഭവം പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് കപ്പയും കാച്ചിലും ചേനയൊക്കെ നട്ട് സമ്പന്നരാകാം. അല്ലെങ്കിൽ 2 ഏക്കർ റബ്ബർ തോട്ടം കൊണ്ട് 250 മരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജീവിച്ച് എന്തെങ്കിലുമൊക്കെ എത്തിച്ചേരാമെന്ന് വിചാരിക്കുന്നതിൽ കണ്ണുനീര് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് കാഴ്ചപ്പാടുകൾ മാറണം. നമ്മുടെ സമുദായത്തിന് ഉയർച്ച ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകണമെങ്കിൽ അവര് അധ്വാനിക്കാനും തൊഴിൽ ചെയ്യാനും തയ്യാറാവണം, ഇറങ്ങിത്തുരിക്കണം. ഏത് തൊഴിലിനും അതിൻ്റെതായ മാഹാത്മ്യമുണ്ട്. ഉണ്ടോ? ഉണ്ടെന്നേ. ഹല്ലേലൂയ. ഈയിടെ ഒരു ചേട്ടൻ പറഞ്ഞു, 5-6 ഏക്കർ സ്ഥലമുണ്ട്, ഒരു വഴിയിൽ നിന്ന് പറഞ്ഞു, ഒരു മാർഗം കടമാന്ന് പറഞ്ഞു മൊത്തം. വേറെ ചേട്ടൻ പറയുകയാണ്, അത് 10-12 ഏക്കർ സ്ഥലമുണ്ട്, ആദായം ഒന്നുമില്ല, പണിക്കാരെ നിർത്തി പണിപ്പിക്കാൻ കൂലി പോലും കൊടുക്കാനില്ല, ഒരു പ്രയോജനമില്ലാത്ത. അതുകൊണ്ട് എല്ലാം അങ്ങനെ കിടക്കുന്നു. ഞാൻ ഇന്നലെയോ മിനിയാന്ന് പറ്റും ഇങ്ങനെ ഇന്നലെ രാവിലെ ഒരു ചെറിയ യാത്ര ഉണ്ടായിരുന്നു. അന്നേരം
കുറേ റബ്ബർ തോട്ടങ്ങളൊക്കെ മൊത്തം കാട് കയറി കിടക്കുക. ഒരാൾ പൊക്കത്തിൽ മൊത്തം കാടാ. റബ്ബറൊന്നും വെട്ടുന്നില്ല, വെട്ടണ്ട ആർക്കും. കാരണം വെട്ടിയിട്ട് കാര്യമില്ല, വെട്ടുകാരന് കൊടുക്കാനേ ഉള്ളൂ. അതുകൊണ്ട് വെട്ടാതെ കിടക്കുന്ന റബ്ബർ തോട്ടങ്ങൾ. ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ ഞങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രം. അബ്രാഹാം സമ്പന്നനായിരുന്നു. അതുകൊണ്ട് സമ്പത്ത് അതിൽ തന്നെ ഒരു തെറ്റല്ല. അങ്ങനെ തെറ്റാണെന്ന് ആരും വിചാരിക്കരുത്. നമ്മുടെ സമുദായ അംഗങ്ങൾ ശരിക്കും അധ്വാനിച്ച് മാന്യമായിട്ട് സമ്പത്തുണ്ടാക്കി നല്ല വീട് വേണം. വേണ്ടേ? വേണം. ന്യായമായിട്ട് നല്ല വീട് വേണം. സമ്പത്ത് ദൂർത്തടിക്കാനുള്ളതല്ല, അനാവശ്യമായിട്ട് ചെലവാക്കാനുള്ളതല്ല, മദ്യപിക്കാനുള്ളതല്ല. അത് ന്യായമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുക. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, അവരെയൊക്കെ നല്ല രീതിയിൽ വളർത്തണം. സമ്പത്ത് സുവിശേഷ വിലയ്ക്ക് കൊടുക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് സമ്പത്ത്. അതുകൊണ്ട് കുടുംബജീവിതക്കാർ ദാരിദ്ര്യത്തെ ഒത്തിരി സ്നേഹിക്കേണ്ട. അത് ശരിക്കും ഒരു പിശാച. ദാരിദ്ര്യത്തിൻ്റെ പിശാച് അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ചേച്ചിമാർ പറയണം. നമ്മുടെ അടുക്കള ദാരിദ്ര്യത്തിൻ്റെ പിശാച് വേണ്ട. അവിടെ ഇഷ്ടം പോലെ അരിയും വേണം, കപ്പയും വേണം, മറ്റു സാധനങ്ങൾ എന്തൊക്കെ വേണം, എല്ലാം വേണം. അടുക്കളയിൽ വേണ്ട എല്ലാം വേണം. ഇറച്ചി മീനും എല്ലാം വേണമെന്നേ. വേണ്ടേ? വേണം. അടുക്കള സമ്പന്നമായിരിക്കണം. ഇതൊന്നും തെറ്റല്ല, തെറ്റാണെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രാഹത്തെ അനുഗ്രഹിച്ചു സമ്പന്നനാക്കിയ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും, ഉറപ്പാണ്. ഇനി നമ്മൾ വീണ്ടും വായിക്കുന്നു. അബ്രാഹത്തിന്റെ മകനായ ഇസഹാക്ക്. ഇസഹാക്കിന്റെ മകനാരാ? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ഇസഹാക്കിനെ കുറിച്ച് പറയുന്നത് അബ്രഹാം സമ്പന്നൻ ആയിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഉൽപ്പത്തി പുസ്തകത്തില് 26-ാം അധ്യായത്തില് 1 മുതൽ വചനങ്ങള്. അബ്രാഹത്തിന്റെ കാലത്തുണ്ടായതിനു ശേഷം മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. അബ്രാഹത്തിന്റെ കാലത്തുണ്ടായതിന് പുറമെ മറ്റൊരു ക്ഷാമം ആ നാട്ടിലുണ്ടായി. ക്ഷാമം, കടുത്ത വേനൽ വന്ന് എല്ലാം ഉണങ്ങിക്കരിഞ്ഞു പോയി. ക്ഷാമം ഉണ്ടായി. ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുത്തേക്ക് പോയി. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക. ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. ഉണ്ടോ? ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. കാര്യം പിടിച്ചു പറഞ്ഞേ, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഒച്ചത്തിൽ പറഞ്ഞേ, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. ദൈവം ഇസഹാക്കിനോട് പറഞ്ഞ ഇത്, നിനക്കും നിന്റെ പിൻതലമുറക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ നൽകും. നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും. ആകാശത്തിലെ നക്ഷത്രം പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും. നിന്റെ സന്തതികളുടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. കാരണം അബ്രാഹാമിന്റെ സ്വരം കേൾക്കുകയും എന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും ചെയ്തു. ഉണ്ടോ? അബ്രാഹാം എന്റെ സ്വരം കേട്ടു, എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിച്ചു. അബ്രാഹത്തിന്റെ മകനായ ഇസഹാക്കേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും, നിന്റെ സന്തതികളെ, തലമുറകളെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് ഇസഹാക്കിനോടും ദൈവം പറയുക. അബ്രാഹത്തെ അനുഗ്രഹിച്ചു, ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. ആദ്യം നമ്മൾ കണ്ടു ഒരു ക്ഷാമം ഉണ്ടായി എന്ന്. വീണ്ടും നമ്മൾ വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം 26-12 മുതലുള്ള വചനങ്ങൾ. ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു. ഉണ്ടോ? അവിടെ വലിയ ക്ഷാമം ഉണ്ടായി എന്ന് നമ്മൾ കണ്ടു. പക്ഷെ അബ്രഹാത്തിന്റെ മകനായ ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കി അക്കൊല്ലം തന്നെ 100 മേനി വിളവെടുക്കുകയും ചെയ്തു.
കർത്താവ് അവനെ അനുഗ്രഹിച്ചു. 100 മേനി വിളവ്, ഒരു ക്ഷാമം എന്ന നാട്ടിൽ കൃഷി ഇറക്കിയ ഇസഹാക്കിന് 100 മേനി ദൈവം വിളവ് കൊടുത്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. Praise the Lord. Praise the Lord. ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു. ആരാ സമ്പന്നനായത്? ആരാണ്? ഇസഹാക്ക്. അവന് ധാരാളം ആടുമാടുകളും പരിചാരകരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. അബ്രാഹത്തിന്റെ മകനായ ഇസഹാക്ക് വലിയ സമ്പന്നനായിട്ട് മാറി. അബ്രാഹാം സമ്പന്നനായിരുന്നു, ഇസഹാക്കും വലിയ സമ്പന്നനായിട്ട് മാറി. ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നോട് നിന്റെ ദേശത്തുള്ളവർക്ക് അസൂയ തോന്നത്തക്ക വിധം നിന്റെ കുടുംബത്തെ, മക്കളെ സമ്പന്നനാക്കാൻ ദൈവത്തിന് സാധിക്കും. സ്നേഹത്തിൻ